മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചി കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലെ ഇൻഫോ പാർക്ക് ഗേറ്റിന് മുൻപിൽ കൂറ്റൻ ട്രാൻസ്ഫോമർ ഇപ്പോൾ റോഡിൽ വീണിരിക്കുകയാണ്. ബ്രഹ്മപുരത്ത് നിന്ന് കളമശ്ശേരിയിലേക്ക് റിപ്പയറിംഗിന് കൊണ്ടുപോകുന്നതിനിടയിൽ ട്രെയിലറിൽ നിന്നാണ് ഈ ട്രാൻസ്ഫോമർ താഴെ വീണത്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് ഈ സമയമുള്ളത്. പ്രധാന റോഡിന്റെ മധ്യഭാഗത്തായാണ് ഈ ട്രാൻസ്ഫോമർ കിടക്കുന്നത്. വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, അല്ലെങ്കിൽ തന്നെ എപ്പോഴും ഗതാഗതം പ്രശ്നമുള്ള ഒരു പാതയാണിത്. നിലവിലെ സ്ഥിതി എന്താണ്? ഈ ട്രാൻസ്ഫോമർ മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോ? അല്പം മുൻപാണ് ഈ കൂറ്റൻ ട്രാൻസ്ഫോമർ ഈ റോഡിലേക്ക് വീണത്. ഇത് ഇൻഫോ പാർക്ക് ഭാഗത്തു നിന്നും ബ്രഹ്മപുരത്ത് നിന്നും റിപ്പയറിംഗ് ആവശ്യത്തിനായി കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ട്രെയിലറിൽ നിന്നാണ് ഈ ട്രാൻസ്ഫോമർ വീണത്. എനിക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ ഇപ്പം നമുക്ക് അല്പസമയത്തിന് കാണിക്കാൻ സാധിക്കും. ആ ട്രാൻസ്ഫോമർ ഒരു ഉയരം നോക്കണം, ഒരു ഭീമാകാരമായിട്ടൊരു ട്രാൻസ്ഫോമറാണ്, വളരെ വലുത്. കാരണം ഒരു 10 അടിയെങ്കിലും ഒരു ഉയരം ഉണ്ടാവുന്ന അത്രയും വലിയ ട്രാൻസ്ഫോമറാണ്. അത് റോഡിന്റെ തന്നെ പ്രധാനപ്പെട്ട റോഡിന്റെ ഒത്ത നടുക്ക് മറിഞ്ഞ് കിടക്കുന്ന ഒരു നിലയിലാണ് ഇതുള്ളത്. ചുറ്റും ഏറ്റവും തിരക്കുള്ള ഒരു പാതയാണ് ഈ ഇൻഫോ പാർക്കിന്റെ മുന്നിലുള്ള കാക്കനാട് പാത എന്ന് പറയുന്നത്. ഏത് സമയവും വാഹന തിരക്കുള്ള അല്ലെങ്കിൽ നിരന്തരമായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസ് അടക്കമുള്ള പല വിധത്തിലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് ആളുകൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ആ വഴിയുടെ ഒത്ത നടക്കാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ വീണത്. നേരത്തെ തന്നെ മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇവിടെ വലിയ ഗതാഗത കുരുക്കളും കാര്യങ്ങളും നിരന്തരമായി ഉള്ള സ്ഥലമാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു, അതായത് ഉച്ച നേരത്തെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സമയത്ത് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിൽ നിന്നും വന്ന ഒരു ട്രെയിലറിൽ കൊണ്ടുപോയ ട്രാൻസ്ഫോമർ ആ റോഡിന്റെ ഒത്തു നടക്ക് തന്നെ വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരു ട്രാഫിക് വാർഡൻ ഇവിടെയുണ്ട് ഗതാഗതം നിയന്ത്രിക്കാനായിട്ടുള്ള. അദ്ദേഹത്തിന്റെ ജോലി നടത്തുന്നുണ്ട്. പക്ഷേ ഈ ട്രാൻസ്ഫോമർ ഇവിടെ നിന്ന് മാറ്റാതെ ഇവിടെ ഗതാഗതം പൂർണ്ണ തോതിലാവില്ല. കാരണം ഇനിയിപ്പോൾ സ്കൂൾ വിടുന്ന സമയങ്ങളുണ്ട്. പരിസരത്ത് രാജഗിരിയുടെ തന്നെ വിവിധ സ്കൂളുകളും മറ്റുമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളടക്കമുള്ള അവരെ പുറത്തോട്ട് വിടുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ സ്കൂളും കോളേജുകളും എല്ലാം അടയ്ക്കുന്ന ഒരു സമയം വരും. പക്ഷേ ആ സമയത്തെല്ലാം വലിയ രീതിയിലുള്ള ഗതാഗതങ്ങൾ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക് വരുന്ന ഒരു സമയമാണ്. ആ നേരത്താണ് ഇപ്പോൾ ഇത്തരം വലിയ ഒരു ഭീമാകാരമായിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ ഇവിടെ റോഡിന്റെ ഒത്ത നടുക്ക് വീണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് വേയിലേക്ക് തിരിയുന്ന ആ ഒരു പാതയിലാണ് ഈ ട്രാൻസ്ഫോമർ വീണിരിക്കുന്നത്. അവിടെ നിന്നും വന്ന വാഹനം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു ഇറക്കത്തിൽ നിന്നും വരുന്ന ഒരു വാഹനം ഇവിടെ നിന്ന് കളമശ്ശേരിക്ക് പോകുന്നു. അതിനിടയിൽ ആ ഇറക്കം ഇറങ്ങി വണ്ടി തിരിയുന്നതിനിടയിലാണ് ഈ ഒരു കൂറ്റൻ ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണത്. ആ സമയത്ത് ഇവിടെ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ വലിയ ഒരു അപകടം ഒഴിവായി എന്ന് പറയാം. കാരണം ഇത്രയും വലിയൊരു ട്രാൻസ്ഫോമർ മറ്റേതെങ്കിലും ഒരു വാഹനത്തിന്റെ പുറത്തോട്ടോ അല്ലെങ്കിൽ ഒരു ബൈക്ക് യാത്രയുടെ പുറത്തോട്ടോ മറ്റോ വീണ് കഴിഞ്ഞാൽ എന്ത് അപകടമായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അത്തരത്തിൽ ഉള്ള ഒരു അപകടം ഒഴിവായി എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഇത് കൊണ്ടുപോയവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത്രയും വലിയ ട്രാൻസ്ഫോമർ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ഗതാഗത കുരുക്കുള്ള ഒരു പാതയാണിത്. അവിടെയാണ് സ്കൂളൊക്കെ വിടാൻ പോകുന്ന സമയമാണ്. എന്തായാലും ഇപ്പോൾ ട്രാഫിക് പോലീസൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ മാറ്റാൻ എന്തായാലും സ്വാഭാവികമായും ഏതെങ്കിലും ഒരു റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും ആ ഭാഗത്ത്. അപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ്.